സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഗുരുതര ചൂണ്ടിക്കാട്ടലുകളുമായി CAG സാമ്പത്തിക ഉത്തരവാദിത്ത നിയമത്തിലെ ലക്ഷ്യങ്ങളൊന്നും നേടിയില്ല. കിഫ്ബിയിലെ സർക്കാർ വാദം സ്വീകാര്യമല്ല. കിഫ്ബിയുടെ കടമെടുപ്പ് ഓഫ് ബജറ്റ് കടമെടുപ്പല്ല എന്ന സർക്കാർ വാദം CAG തള്ളി. ബജറ്റിന് പുറത്തെ കടം വാങ്ങൽ വെളിപ്പെടുത്താതെ സർക്കാർ ഉത്തരവാദിത്തങ്ങളിൽ വെള്ളം ചേർത്തു. കോവിഡ് കാലത്തെ ശോചനീയമായ നികുതി പിരിവാണ് നികുതി വരുമാനം കുറയാൻ കാരണമെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. ആർ ശ്രീജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ ശ്രീജിത്ത്, സർക്കാരിന്റെ ധനമന്ത്രിയുടെ വാദങ്ങൾ തള്ളിക്കളയുന്ന വിവരങ്ങളാണോ CAG റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ കാണാൻ കഴിയുന്നത്? സുജിയ, സംസ്ഥാനത്തിന്റെ പൊതു സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച സിയാൻഡേജിയുടെ റിപ്പോർട്ടിലാണ് ഗുരുതരമായ പരാമർശങ്ങളുള്ളത്. സംസ്ഥാനത്തിന്റെ പൊതു സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്ന സിയാൻഡേജി കിഫ്ബിയുടെ കാര്യത്തിലും ഒപ്പം തന്നെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനിയുടെ കാര്യത്തിലും സർക്കാരിന്റെ വാദങ്ങൾ പാടെ തള്ളുകയാണ്. കിഫ്ബി ബജറ്റിന് പുറത്തുള്ള ധനകാര്യ സ്രോതസ്സായിട്ടാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. സർക്കാർ അവകാശപ്പെടുന്നു അങ്ങനെയാണ്. എന്നാൽ അതൊരിക്കലും സർക്കാരിന്റെ ഓഫ് ബജറ്റ് ബോറോയിങ് അല്ല, മറിച്ച് സർക്കാരിന്റെ ചെലവിന്റെ ഭാഗം തന്നെയാണ് ഇതെന്നാണ് സിയാൻഡേജി ആവർത്തിക്കുന്നത്. കിഫ്ബിക്കായി സർക്കാർ തങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗമാണ് കിഫ്ബിയുടെ ചെലവുകൾക്കായി നീക്കിവെക്കുന്നത് എന്നും ഈ സിയാൻഡേജി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാനായി തോമസ് ഐസക്കിന്റെ കാലത്ത് രൂപീകരിച്ച സോഷ്യൽ സെക്യൂരിറ്റി കമ്പനി, ആ കമ്പനിയും അതിന്റെ ബാധ്യതയും സർക്കാരിന്റെ ബാധ്യത തന്നെയാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പെൻഷൻ കമ്പനിയുടെ 11,206.49 കോടി രൂപ കുടിശ്ശികയും സർക്കാരിന്റെ അധിക ബാധ്യത തന്നെയാണെന്നാണ് സിയാൻഡേജി ചൂണ്ടിക്കാണിക്കുന്നത്. ബജറ്റിന് പുറത്തെ കടം വാങ്ങൽ വെളിപ്പെടുത്താതെ സർക്കാർ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ വെള്ളം ചേർക്കുകയാണെന്നും സിയാൻഡേജി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. സാമ്പത്തിക സ്രോതസ്സിനെ നിയമസഭയുടെ നിയന്ത്രണത്തിന് അതീതമാക്കിയെന്നും ഈ കിഫ്ബിയുടെയും ഒപ്പം തന്നെ പെൻഷൻ കമ്പനിയുടെയും കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CAG നിരീക്ഷിക്കുന്നുണ്ട്. CAG റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് ആർ ശ്രീജിത്ത് വ്യക്തമാക്കിയത്.